നമസ്കാരം. ഇത്രയും നാൾ നമ്മൾ ചേർക്കാത്ത ചില ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ റെസിപ്പി. അതായത് പ്രമേഹത്തിന് വളരെ സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൂവുണ്ട്. നിങ്ങൾക്കറിയോ? അഗത്തിപ്പൂ എന്നാണ് എൻ്റെ പേര്. അഗത്തിപ്പൂ നമ്മൾ നേരത്തെ ഏതോ ഒരു ഓണത്തിന് തയ്യാറാക്കിയ വിഭവങ്ങളിൽ പാചകമില്ലാത്ത റെസിപ്പിയിൽ ഞാൻ ഉപയോഗിച്ചിരുന്നു. അത് നല്ല പിങ്ക് കളറിലായിരുന്നു, അടിപൊളി കളറായിരുന്നു. പക്ഷേ ഇത് വൈറ്റാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 ദിവസത്തിന് മുന്നേ എനിക്ക് കിട്ടിയത്. ഞാനിങ്ങനെ പ്രിസർവ് ചെയ്ത് ഈ ഷൂട്ടിന് വേണ്ടി വെച്ചിരുന്നു. അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യം നമ്മുടെ ഉപയോഗത്തിനാവും. അത് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ്. കൂടാതെ നമ്മൾ ഇത്രയും നാൾ ഉപയോഗിക്കാത്ത മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും ഇതിനകത്തുണ്ട്. പപ്പരയ്ക്ക അറിയാമല്ലോ നമ്മളെ. അപ്പോൾ ഇതൊക്കെ തന്നെയും. പിന്നെ പീച്ചങ്ങ, പിന്നെ കിഡ്നി ബീൻസ് നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. കിഡ്നി ബീൻസ് എന്ന് പറഞ്ഞാൽ രാജ്മ അറിയാമല്ലോ, വലിയ ഒരുതരം ചുവന്ന പയർ. നല്ല കളറാണിത്, ബ്രൗൺ കളറാണ് പയറിന്. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു 4 ഇൻഗ്രീഡിയൻസ് ഇന്നത്തെ റെസിപ്പിയിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹം ഉള്ളവർ, അമിതവണ്ണമുള്ളവർ, ഫാറ്റി ലിവർ ഉള്ളവരൊക്കെ തന്നെ എക്സലൻ്റ് ഒരു റെസിപ്പിയാണ് ഇത്. തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഈ അഗത്തിപ്പൂ കിട്ടിയില്ലെങ്കിലും മറ്റുള്ളതൊക്കെ മിക്കവാറും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിന് വളരെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. പിന്നെ ഇതൊക്കെ അരിഞ്ഞ് കിട്ടണമെന്നൊരു കാര്യമേ ഉള്ളൂ, വേറെ പ്രയാസങ്ങളൊന്നുമില്ല ഇതിനകത്ത്. ടൊമാറ്റോ പ്യൂരിയൊക്കെ നേരത്തെ തന്നെ നമുക്ക് തയ്യാറാക്കാം. ടൊമാറ്റോ പ്യൂരി നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് തക്കാളി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് തിളപ്പിച്ചെടുത്ത് വയ്ക്കണം. ഏറ്റവും നല്ല ഗുണമാണ്. തക്കാളി തിളപ്പിക്കുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ ഈ ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ആൻറ്റി ക്യാൻസറസ് ഏജൻ്റ് ഉണ്ട് ബോഡിക്ക് കിട്ടേണ്ട. ആൻറ്റി ഓക്സിഡൻറ്റ്. അത് ലൈക്കോപ്പീൻ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ആഗീകരണം ചെയ്യുന്നത് തിളപ്പിച്ച് വയ്ക്കുമ്പോഴാണ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ തിളപ്പിച്ച് കുറച്ച് തക്കാളിയൊക്കെ ഒരു വല്ലാതിരിക്കുന്നതൊക്കെ എടുത്ത് നമ്മൾ തിളപ്പിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടിരിക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു നല്ലൊരു സബ്ജിയാണിത്. അപ്പോൾ എന്തൊക്കെയാണ് റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് അഗത്തിപ്പൂ എടുക്കുക. ശരിക്കിതൊരു 50 ഗ്രാം അഗത്തിപ്പൂവാണ് എടുക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് സോട്ട് ചെയ്യാനിടാം. അതോടൊപ്പം തന്നെയാണ് പീച്ചങ്ങ ഒരു 100 ഗ്രാം ഉണ്ട്, തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് പപ്പായ അധികം പഴുക്കാത്ത പച്ച പപ്പായ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ സവാളയുണ്ട്, ഒരു ചെറിയ സവാള, ഇതൊരു 50 ഗ്രാം സവാള. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, പിന്നെ കിഡ്നി ബീൻസ് നേരത്തെ വേവിച്ച് വെച്ചത്, രാജ്മ, പിന്നെ തക്കാളി പ്യൂരി. ഇത്രയുമാണ് നമ്മളുടെ പാചകത്തിന് ആവശ്യമായത്. ഓക്കെ, നമുക്ക് തയ്യാറാക്കാം അല്ലേ? വെർജിൻ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഇതിന് പകരം ആട്ടിയ വെളിച്ചെണ്ണയായാലും മതി. ഇതൊഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ മണം എക്സലൻറ്റ് സ്മെല്ലാണ്. ഇത് അടുപ്പിൽ വെച്ച് ആ ചൂട് തട്ടുമ്പോഴാണ് അതിൻ്റെ മണം വരുന്നത്. വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി കുറച്ച് നേരം നമ്മൾ അരിഞ്ഞ് പുറത്ത് വയ്ക്കുന്ന വളരെ നല്ലതാണ്. ഇതിൻ്റെ ഏറ്റവും ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് മറ്റൊരു നല്ല ഒരു ഇൻഗ്രീഡിയൻ്റായിട്ട് മാറുകയും നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റവും ഗുണകരമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. വെളുത്തുള്ളിയിലും ആൻറ്റി ക്യാൻസർ ഏജൻസ് വളരെ കൂടുതലുണ്ട്. ആൻറ്റി ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ
ഇപ്പോൾ കൊറോണയുടെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാകുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ നമ്മൾ. അപ്പം എല്ലാ ദിവസവും വെളുത്തുള്ളി കഴിക്കാനായിട്ട് ശ്രമിക്കുക. സവാളയൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള ചേരുവകളിടാം. പച്ചമുളക് ചേർക്കാം. പിന്നെ നമുക്ക് ഈ പൂവ്, ഇതിന് അധികം വേവാൻ സമയമൊന്നും വേണ്ട. ഇന്ന് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ചേരുവകളും ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും നല്ലതാണ്. നമുക്ക് പപ്പായ ചേർക്കാം. പീച്ചങ്ങ, ഇതിനൊക്കെ വേവ് വളരെ കുറവാണ്. മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടുക. ഇതിലേക്ക് നമുക്ക് തക്കാളി ചാറ് ചേർക്കാം. ലേശം ഉപ്പ് ചേർക്കാം. ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. കിഡ്നി ബീൻസും കൂടെ ചേർത്തിട്ട് അടച്ചു വയ്ക്കാം. ചെറിയ ഒരു വേവ് വേണമല്ലോ. പപ്പായ, പീച്ചങ്ങ കുക്ക് ചെയ്യാത്ത രണ്ട് ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയായി വരട്ടെ. നിങ്ങൾക്ക് പപ്പായ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട കേട്ടോ. അതുപോലെ പീച്ചങ്ങ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. ഇതിന് പകരം മറ്റുള്ള ചേരുവ ചേർത്ത് ഇതുപോലെ ചെയ്യാവുന്നതാണ്. മറ്റുള്ള ചേരുവ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ കോളിഫ്ലവർ ചേർക്കാം, അല്ലെങ്കിൽ പടവലങ്ങ ചേർക്കാം, മത്തങ്ങ ചേർക്കാം. മത്തങ്ങ എക്സലൻറ്റ് കോമ്പിനേഷനാണ്, നല്ലതാണ്. മത്തങ്ങ ആൻറ്റി ഡയബറ്റിക്കുമാണ്. 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് വേവട്ടെ. നമ്മുടെ ഡിഷ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില അവസാനമായിട്ടിടാം. കറിവേപ്പിലയൊക്കെ ഉണങ്ങി ഇതിൻ്റെയൊക്കെ ഷേപ്പ് മാറിയിരിക്കുകയാണ് ചൂട് കൊണ്ട്. ഒരു രക്ഷയില്ല.
സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ടേസ്റ്റിംഗ് ടൈമാണ്. ഞാൻ നോക്കട്ടെ. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ? ഞാനിതിൽ എല്ലാ ചേരുവയും ഒന്ന് ചവച്ച് നോക്കുകയായിരുന്നു, ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അകത്തിപ്പൂവിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. കിഡ്നി ബീൻസും പപ്പായയും പീച്ചങ്ങയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത് ദൈനംദിന ഭക്ഷണങ്ങൾ നമുക്ക് എത്ര വ്യത്യസ്തമായിട്ടുണ്ടാക്കുക അത്രയും നല്ലത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം കലോറിഫിക് വാല്യൂ കുറഞ്ഞിരിക്കണം. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിനും കലോറിഫിക് വാല്യൂ വളരെ കുറവാണ്. പപ്പായ ശരിക്കും ഒരു 20-ന് താഴെയാണ് അതിനകത്തൊരു 100 ഗ്രാം കലോറി. 100 ഗ്രാം പപ്പായയിലുള്ള കലോറിഫിക് വാല്യൂ. അതുപോലെ തന്നെയാണ് പീച്ചങ്ങ, തക്കാളി. പിന്നെ കിഡ്നി ബീൻസിന് മാത്രം കുറച്ച് കൂടുതലാണ്. പക്ഷേ അത് നമ്മൾ വെറും 30 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെയും ടോട്ടലായിട്ട് കലോറിഫിക് വാല്യൂ കുറവാണ്. പക്ഷേ ന്യൂട്രിയൻസ് ഇതിലെല്ലാം എക്സലൻ്റ് കോമ്പിനേഷനാണ്. പിന്നെ അകത്തിപ്പൂവ് ഈ ഡയബറ്റിക്സിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പൂവാണ്. അകത്തിച്ചീര എന്ന് കേട്ടിട്ടുണ്ട്. അകത്തിച്ചീര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയും പൂവും ഒരേപോലെ ഗുണങ്ങളിൽ വമ്പനാണ്. ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടിയിൽ. ഈ പ്രമേഹത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട ഈ റെസിപ്പികൾ ഇടുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്ക് കൂടുതലാണ് അതിൻ്റെ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് അനുഭവിക്കുന്നവരാണിപ്പോൾ. അപ്പം ഇതിനെ സിമ്പിളായിട്ട് നമ്മളെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും കൊണ്ട് മാറ്റി നിർത്താവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്ന ചേരുവകളൊക്കെ വെച്ചിട്ട് തന്നെ പല രീതിയിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കി നമ്മൾ പരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു രസമായിരിക്കും. എന്താ പറയുക, ഡയറ്റിംഗ് ബിക്കംസ് എ പ്ലഷർ എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു രസകരമായ ഒരു അനുഭവമായി മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ റെസിപ്പികളൊക്കെ കണ്ടുപിടിക്കുന്നത്. എനിക്കൊരു വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡ് ആയതുകൊണ്ട് എത്രയോ വർഷത്തിന് മുന്നേ ദൂരദർശൻ തൊട്ട് തുടങ്ങിയതല്ലേ, ചെയ്ത് തുടങ്ങിയ ആ ഒരു കാര്യം ഇപ്പോഴും അങ്ങനെ അനുവർത്തിച്ചു പോകുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം. കിഡ്നി ബീൻസ് ആണെങ്കിലും പപ്പായ ആണെങ്കിലും ഈ പീച്ചങ്ങ ആണെങ്കിലും ഗ്ലൈസമിക് ലോഡ് വളരെ കുറവാണ്. 10-ന് താഴെ നിൽക്കുന്നതാണ് നമുക്ക് ഏറ്റവും മോസ്റ്റ് അപ്രീഷ്യബിൾ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ അസുഖമുള്ളവർ തന്നെ ഇങ്ങനെ കഴിക്കണമെന്നല്ല, അസുഖം വരാതിരിക്കാൻ പ്രിവെൻറ്റീവായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൊതിയുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഇടയ്ക്ക് കഴിക്കും, പക്ഷെ അളവ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫ്രീക്വൻസിയും കുറയ്ക്കുക, വല്ലപ്പോഴും ഒക്കെ കഴിക്കുക. അപ്പോൾ അത് ഡോണ്ട് മേക്ക് ഇറ്റ് റൂട്ടീൻ പ്രൊസീജിയർ. അപ്പോൾ അതൊരു വലിയ കുഴപ്പമായി മാറില്ല നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം മറക്കണ്ട. അതിന് എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, പ്ലീസ് ആഡ് മീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഫോമുലേറ്റ് ചെയ്തില്ല. ഫോം ആവുമ്പോഴത്തേക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു പുതിയ എപ്പിസോഡിൽ കാണാം.